ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞങ്ങൾ ഇപ്പം ബോട്ട് ചെട്ടിയിലാണ്, എറണാകുളം ബോട്ട് ചെട്ടിയിലെത്തി. രാവിലെ ഫുഡൊക്കെ കഴിച്ച് നേരെ ഇങ്ങോട്ട് വന്നു. ഇതിപ്പം 11:30 വരെ കണ്ടേ ഉള്ളൂ, അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ടേ ഉള്ളൂ. അന്നേരം ഇവിടെ വന്നതിൻ്റെ മെയിൻ റീസൺ തന്നെ വാട്ടർ മെട്രോയിൽ കയറാനാണ്. അങ്ങനെ കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ഞങ്ങളാണെങ്കിൽ ഇന്നലെ പിന്നെ ഫുൾ എടുക്കാൻ പറ്റിയില്ല, മറൈൻ ഡ്രൈവിൽ ചെന്നിട്ടുള്ളത്. അത് ഫോൺ ചാർജ് തീർന്ന് അങ്ങനെ റൂമിൽ പോയിട്ടാണ് ഇട്ടത്. ചാർജൊക്കെ ചെയ്ത് സെറ്റായി. അങ്ങനെ ഇന്നലത്തെ റിസൾട്ടൊക്കെ വന്നതിൻ്റെ സന്തോഷത്തിലൊക്കെ ആയിരുന്നു. എനിക്ക് ഫുൾ A+ ഉണ്ട്. അങ്ങനെ അതിൻ്റെ സന്തോഷത്തിലായിരുന്നു. ഇപ്പം ഇനി എറണാകുളം ഒന്ന് ചെറുതായിട്ടൊന്ന് കറങ്ങി തിരിച്ച് വീട്ടിലോട്ട് പോകണം. ഓക്കെ, ഇനി ബോട്ട് ചെട്ടിയിൽ കയറാൻ നേരത്തുള്ള വിഷ്വൽസൊക്കെ കാണിക്കാം. ആണെങ്കിൽ വാട്ടർ മെട്രോയിൽ കയറാൻ ഇനി കുറച്ചും കൂടെ സമയമെടുക്കും. ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ കഴിക്കാൻ കയറിയെടുത്ത് ഉമ്മി പേഴ്സ് മറന്നു വെച്ച്. അങ്ങനെ അവർ അങ്ങോട്ട് വാങ്ങാൻ പോയേക്കാണ്. ഞങ്ങൾ 4 പേരേ ഉള്ളൂ. അങ്ങനെ ഇതിൻ്റെ ബോട്ട് ചെട്ടിയുടെ പരിസരത്തൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് ഞങ്ങൾ. അവരും കൂടി ഇനി വരണം. അത്ര നേരം ഇങ്ങനെ ചുമ്മാ നടക്കാമെന്ന് വെച്ച്. അവരിനി എപ്പോൾ വരുമോ എന്തോ. പിന്നെ ഞങ്ങളിവിടെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആവച്ചിയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങളെല്ലാവരും കൂടെ സെൽഫിയൊക്കെ എടുത്ത് അവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അവരിതുവരെ വന്നില്ലല്ലോ. ഏക്കാൻ മറന്നുപോയി. അതെ അതെ, അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് അല്ലേ വാവച്ചി? നടന്ന് മറൈൻ ഡ്രൈവിൻ്റെ സൈഡൊക്കെ എത്താറായി. പക്ഷേ നമ്മൾ ഇവിടെ നിൽക്കുക, നമ്മൾക്ക് ഇങ്ങോട്ടങ്ങ് നിൽക്കാനാണ് പറഞ്ഞത്. ആവച്ചിയുടെ മുടി എന്ത്? അങ്ങനെ അവര് തിരിച്ചെത്തി. ഉമ്മി പേഴ്സൊക്കെ കൊണ്ടുവന്ന് വാവച്ചി ഉമ്മിയും കൂടെ അടികൂടും. ഉമ്മിയുടെ പേഴ്സ് കിട്ടി. അത്തച്ചി അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ പോവുകയും ചെയ്തു. അങ്ങനെ ഞങ്ങള് ഇവിടുന്ന് എറണാകുളം ബോട്ട് ചെട്ടിന്ന് ഫോർട്ട് കൊച്ചിയിലോട്ട് പോകുമ്പോൾ അവിടെ നിന്നാണ് വാട്ടർ മെട്രോ. സോ എല്ലാവരും അങ്ങനെ സീറ്റിലൊക്കെ ഇരുന്ന് കൊണ്ട് അത്തച്ചിക്ക് ഒറ്റയ്ക്കൊരു സീറ്റ് എല്ലാവരും ഉണ്ട്. ഉമ്മിയും ആവച്ചിയും അത്തച്ചി എടുത്തോട്ട് പോവുക. ഓക്കെ, ബോട്ടിൻ്റെ ഡ്രൈവർ വന്നു. ഞങ്ങളിനി ഫോർട്ട് കൊച്ചിയിലോട്ട് പോകാൻ പോവുകയാണ്. ഫോർട്ട് കൊച്ചി എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് വാട്ടർ മെട്രോയുടെ സൈഡിലോട്ട് പോകണം. ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പഴയ കൊച്ചിയല്ലേ ഗൈസ്. റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. അയ്യോ. ഓക്കെ, തിരിച്ചു പോകാം. ഇനി തിരിച്ചു പോകും. വഴി തെറ്റി അങ്ങോട്ടെങ്ങാണ്ട. റോഡൊക്കെ പണി നടക്കുന്നുണ്ട്. ഞങ്ങൾ ഇനി അങ്ങോട്ട് പോകാൻ പോവാം. ഓട്ടോയിൽ പോകാൻ പോവാം. ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കാൻ ഞങ്ങൾ 4 പേര് ഇതിനകത്ത്, അവര് 4 പേരും വേറൊരു ഓട്ടോയിൽ. അങ്ങനെ ഞങ്ങൾ വാട്ടർ മെട്രോയുടെ അവിടെ എത്തിയിട്ടുണ്ട്. കയറാൻ പോവുക. അങ്ങനെ വാട്ടർ മെട്രോയുടെ സ്റ്റേഷൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. സാധാ നമ്മുടെ മെട്രോ പോലെ തന്നെ ഒരു കാർഡ് യൂസ് ചെയ്താണ് അവിടെ കയറുന്നത്. എന്നിട്ട് ഇനിയിപ്പം വന്നിട്ടില്ല, വരുമ്പം കയറണം. എല്ലാവരും ഇവിടെ ഇരിക്കുകയാണ്. ഇതാണ് വാട്ടർ മെട്രോയുടെ ഒരു മിനിയേച്ചർ. അത് ഇവിടെ സ്റ്റേഷൻ്റെ അകത്ത് തന്നെ ഉള്ളതായിരുന്നു. ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ വന്നിട്ടില്ല.
ഞങ്ങൾക്ക് പോകാനുള്ള ഓട്ടോ മെട്രോ വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഓട്ടോ മെട്രോയിലോട്ട് പോകാൻ പോവാണ്. ഓക്കെ ഗായ്സ്, ഓട്ടോ മെട്രോയിൽ കയറി. നല്ല രസമുണ്ട്. ഞങ്ങൾ വ്യൂ അനുസരിച്ചിരിക്കാൻ പോവാണ്. ഞാൻ ഇവിടെ വന്നിരുന്നു, അവരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾ മൂന്നുപേരും ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഓട്ടോമെട്രോയുടെ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഇത് ഹൈക്കോടതി ജംഗ്ഷനാണ്. ഇനി ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടക്കണം, എന്നാലേ ഞങ്ങൾ കാർ പാർക്ക് ചെയ്തേക്കുന്നതിൻ്റെ അടുത്തോട്ട് എത്തത്തുള്ളൂ. ഇനി കാറ് പാർക്ക് ചെയ്തതിൻ്റെ അടുത്തോട്ട് പോകണം. അതിന് മുമ്പേ വാവച്ചിക്ക് ടോയ്ലറ്റിൽ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ അങ്ങനെ കുറച്ച് നേരം അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പോവാം. ഞങ്ങളങ്ങനെ ഓട്ടോ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങൾ കാർ പാർക്കിങ്ങിലോട്ട് പോകാൻ പോവാണ്. നമ്മളിപ്പം മറൈൻ ഡ്രൈവ് പാത്ത് വേയിലൂടെ നടന്നുകൊണ്ടിരിക്കുക. ഇതുവഴി നേരെ പോകുന്നത് എറണാകുളം ബോട്ട് ജെട്ടിയിലോട്ടാണ്. ലാസ്റ്റ് പാത്ത് വേ അങ്ങോട്ടാണ്. 2 ബ്രിഡ്ജ് കയറി ഇറങ്ങണം. ഞങ്ങൾ വിചാരിച്ചു നടക്കാമെന്ന്. കാരണം ഇന്നലെ രാത്രി വന്നിട്ടും അത്രയും അങ്ങോട്ട് നടന്നൊന്നുമില്ല, അധികം പോയൊന്നുമില്ല മറൈൻ ഡ്രൈവ് വന്നിട്ടും. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ റൂം നോക്കിയാണ് പോയത്. സോ അങ്ങോട്ട് നടക്കാമെന്ന് വെച്ചു. ഇവരിങ്ങനെ ഇവിടെ മൊത്തം ഇട്ടാ പൊട്ടി ഇങ്ങനെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവര് 3 പാക്കറ്റ് വാങ്ങിച്ച് പൊട്ടിച്ചോണ്ടിരിക്കുക. വാവച്ചൊക്കെ വഴക്കുണ്ടാക്കി അബ്ദുവിൻ്റെ വാങ്ങുക വാങ്ങിക്കും. അവരുടെ 2 പെട്ടിയും പൊട്ടിച്ചു കഴിഞ്ഞ് അവർക്ക് അറിയത്തില്ല എൻ്റെ പോക്കറ്റിൽ ഒരെണ്ണോടെ ഇരിപ്പുണ്ടെന്ന്. ഞാൻ പോയി പറയട്ടെ. സർപ്രൈസ്. ഹലോ, അതെന്റെയാണ്, ഞാൻ കൊടുക്കട്ടെ. അങ്ങനെ ഇവരെല്ലാരും ഞാൻ പറ്റിച്ച്. എൻ്റെ ഒരെണ്ണം ഇരിപ്പുണ്ടായിരുന്നു. എന്നാണ് വാവച്ച ഇങ്ങോട്ട് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവൾക്ക് കുറേ പൊട്ടിച്ച്, ഞാൻ പൊട്ടിച്ചു. ആൾക്കാർ മൊത്തം ഞങ്ങളെ തന്നെ നോക്കുന്നത്. മറൈൻ ബ്രിഡ്ജിൽ കയറി ഇട്ടാപ്പൊട്ടിയൊക്കെ പൊട്ടിച്ചിട്ട് ഞങ്ങൾ ഇനി അങ്ങോട്ട് നടക്കാൻ പോവാ. ഇനി ഒരു ബ്രിഡ്ജും കൂടെ ഉണ്ട്, CAD ബ്രിഡ്ജോ അങ്ങനെ എന്തോ ഒരു ബ്രിഡ്ജ്. അപ്പം അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. വാവച്ച് ഭയങ്കര വഴക്ക്, വാശി പിടിച്ചോണ്ട് നടക്കുക. വാവച്ചി കൊച്ച പിന്നെ ഞാൻ മാങ്ങ വാങ്ങിച്ച്, വാവച്ചി വാട്ടർമെലൺ വാങ്ങിച്ച്. ഇവിടെ വാട്ടർമെലൺ നേരത്തെ വാങ്ങിച്ചത് ഞങ്ങൾ തീർത്തെന്ന് പറഞ്ഞുകൊണ്ടാണ് വാവച്ചി പിന്നെ അടിയുണ്ടാക്കി ഒരെണ്ണം ഫുള്ള് വാങ്ങിച്ചിട്ടുണ്ട്. വാവച്ചി ഹാപ്പി ആയോ? ആ, എനിക്ക് മാങ്ങയും കിട്ടി. അങ്ങനെ അയ്യോ ടൂത്ത് പിക്സ് പോയി, ഒരെണ്ണം കുടുങ്ങി കിടവണ്ട. ഞങ്ങൾ നടന്ന് CAD ബ്രിഡ്ജിൻ്റെ അവിടെ എത്താറായി. അയ്യോ ക്ഷീണമൊന്നും തോന്നുന്നില്ല, നല്ല രസമുണ്ട് ഇങ്ങനെ ആസ്വദിച്ച്. ഗായ്സ് ഇവരിങ്ങനെ നേരെ ഇരുന്ന് ഫോട്ടോ എടുപ്പിക്കുക എന്നെ കൊണ്ട്. ഇരുന്നാ മതിയോ ഗായ്സ്? കാറിന്റെ അങ്ങോട്ട് പോണ്ടേ? ഇനി അവർക്ക് മെട്രോയിലും കയറണം. വാട്ടർ മെട്രോ പോരാ, മറ്റേ മെട്രോയിലും കയറണം. ഓക്കെ, CAD പാലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇനി ഇറങ്ങി കുറച്ചും കൂടെ നടന്നാൽ ഞങ്ങളുടെ പാർക്കിംഗ് ഏരിയ ആവും.
നല്ല രസമുണ്ട്. ഇപ്പം കുറച്ച് വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പാർക്കിങ്ങിൻ്റെ അവിടുന്ന് കാർ എടുത്തില്ല, അത് അവിടെ തന്നെ ഇട്ടേക്കുക. അവിടുത്തെ ചേച്ചിമാർ പറഞ്ഞു ഇവിടുന്ന് ഇനി പോകുമ്പോൾ നല്ല തിരക്കായിരിക്കും, അതുകൊണ്ട് തന്നെ ഇവിടെ നിയറസ്റ്റ് മെട്രോ സ്റ്റേഷനിൽ പോയിട്ട്, അല്ലാതെ മെട്രോ സ്റ്റേഷനിൽ പോയിട്ട് ലുലു പോകാമെന്ന് വെച്ചു. കാരണം ഇവർക്ക് മെട്രോയിലും ഇനി കയറണം, ലുലുവിലും കയറണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മെട്രോ ലുലു ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിയറസ്റ്റ് മെട്രോ സ്റ്റേഷൻ നോക്കിയപ്പോൾ മഹാരാജാസ് കോളേജിൻ്റെ ഗ്രൗണ്ടിനടുത്ത് അങ്ങനെ എന്തോ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത് എന്തായാലും ഗൂഗിളിൽ ഇട്ടിട്ടുണ്ട്, ത്രൂ വാക്ക് മാപ്പ് ഇട്ടിട്ടാണ് പോകുന്നത്. ഞാൻ അവിടെ പോയിട്ട് ലുലുവും പോയി എന്താണെന്ന് വെച്ചാൽ ചെയ്യാന്ന് വെച്ച്. ഓക്കെ, ഇവരെല്ലാവരും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഷിഫായും. നല്ല രസമുണ്ട് ഇവിടെ, നല്ല തണലുണ്ട്, മരമൊക്കെ ഉള്ളതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ മഹാരാജാസ് കോളേജിൻ്റെ അടുത്തുള്ള സ്റ്റേഷനിലെത്തി. തളർന്ന് ഗൈസ്, തളർന്ന്. ഓക്കെ ഗൈസ്, സ്റ്റേഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ടിക്കറ്റ് എടുക്കാൻ പോവാം, എന്നിട്ട് ലുലു പോകാൻ പോവാ. ഇതിൻ്റെ അകത്ത് കയറിയപ്പോഴാണ് ഒരു ഇച്ചിരി സമാധാനമായത്. ഇച്ചിരി തണുപ്പൊക്കെ ഉണ്ട്. ഇതന്നെ ഇച്ചിരി വെയിലായിരുന്നു. അയ്യോ, ഞങ്ങളെല്ലാവരും കയറി ഇപ്പം പ്ലാറ്റ്ഫോമിലോട്ട് പോകണം. അങ്ങനെ ലുലു എൻട്രിയുടെ അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ കൊച്ചി ലുലു മാളിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. നല്ല രസമുണ്ട് ഗൈസ്. ആദ്യത്തെ മെയിൻ കാര്യം ഞങ്ങൾ ചെയ്യാൻ പോവാണ് ഫുഡ്. അയ്യോ, ഫുഡ് സെക്ഷനിലോട്ട് പോകാൻ പോവാണ്. അല്ല, സൂപ്പർ മാർക്കറ്റിൽ പോയി എന്തെങ്കിലും വാങ്ങിച്ചിട്ട് ഫുഡ് സെക്ഷനിൽ പോകും. ഞങ്ങളെപ്പോൾ ലുലുവിൽ വന്നാലും ട്രിവാൻഡ്രം വന്നാലും ശരി, അതങ്ങനെയാണ്. ആദ്യം സൂപ്പർ മാർക്കറ്റ് കയറി എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ രണ്ടുപേരും പിന്നെ ഉമ്മയും ഇന്നാനായും ബാവച്ചിയും കൂടെ ഫുഡ് കോർട്ടിലോട്ട് വന്ന് ഞങ്ങളിവിടെ ഇരിക്കുക. അവർ മൂന്നുപേരും കൂടെ സൂപ്പർ മാർക്കറ്റ് പോയി എന്തെങ്കിലും കഴിക്കാനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ സ്ഥലം പിടിച്ചിരിക്കുകയാണ്. അവർ വാഷ്റൂം പോയിട്ട് ഇപ്പോൾ വരും. മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ കൊച്ചു പറഞ്ഞായിരുന്നു കൊച്ചൊക്കെ നടുവേന എടുക്കുന്നെന്ന്. അപ്പം ഇത് കണ്ടപ്പം അങ്ങ് കയറി. ഞങ്ങൾ ഇവിടെ ഇരിക്കുക ഗായ്സ്. അങ്ങനെ ഞങ്ങൾ ലുലു മാളിൽ നിന്ന് പുറത്തിറങ്ങി. ഇതിപ്പം മെട്രോ സ്റ്റേഷൻ്റെ ഇവിടെ തന്നെ വന്നു, കണക്ഷൻ്റെ അവിടെ. മെട്രോയിൽ ഇനി തിരിച്ച് അങ്ങോട്ട് തന്നെ പോകാൻ പോവാം. മഹാരാജാസ് കോളേജിൻ്റെ സ്റ്റേഷൻ്റെ അവിടെ പോകാൻ പോവാം. എന്നിട്ട് കാറ് എടുത്ത് വേറെ എവിടെയെങ്കിലും പോകുന്നോ അതോ തിരിച്ചു പോകുവാന്നോ എന്തോ എനിക്കൊന്നും അറിയത്തില്ല. മെട്രോയിൽ നിന്ന് ഇറങ്ങി ഇനി ഞങ്ങൾ തിരിച്ച് ബോട്ട് ചെട്ടിയുടെ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന ഓട്ടോയില്ല. അവർ നാലുപേരും ഫ്രണ്ടിലത്തെ ഓട്ടോയിലുണ്ട്. വെയിൽ. അങ്ങനെ ഞങ്ങളിവിടെ എത്തി. ഞങ്ങളിനി കാറിൽ കയറാൻ പോവാ. ഞങ്ങൾ എറണാകുളത്ത് നിന്ന് തിരിച്ചായിരുന്നു. ഇപ്പം ഞങ്ങൾ ആലപ്പുഴ കുട്ടനാട് ആ ഭാഗം എത്തിയിട്ടുണ്ട്. അത് കൊച്ചായ. ഞങ്ങളങ്ങനെ ഒരു കുട്ടനാട് ആലപ്പുഴ അവിടെ എത്തുന്ന സമയത്ത് ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. നേരത്തെ ഒന്നും എടുത്തിട്ടില്ല. വണ്ടി കയറി കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങി. കുറേ നേരം ഉറങ്ങി. ഉറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് കുറേ ഭാഗമൊക്കെ ഉറക്കമായിരുന്നു. ഇപ്പം ചായ കുടിക്കാൻ കയറുക. അങ്ങനെ വീണ്ടും ഞാൻ തുടങ്ങി ഗൈസ്. അങ്ങനെ ഞങ്ങളാണെങ്കിൽ ഈ കടയിൽ കയറി. ഇവരെല്ലാവരും ചായ കടിഞ്ചായയൊക്കെ ഓർഡർ ചെയ്തു. പക്ഷെ ഞാൻ
കുടിക്കത്തില്ല, ചായ കട്ടൻ ചായ ഒന്നും കുടിക്കത്തില്ല. സോ ഞാൻ ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കാം. അല്ലെങ്കിൽ ജ്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഫ്രഷ് ജ്യൂസ് ഒന്നും ഇല്ലെന്ന്, ബോട്ടിൽഡ് നോക്കട്ടെ. അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട ആപ്പി ഫിസ് തന്നെ കിട്ടി. ഞാൻ ഇനി ഇത് കുടിക്കാം, എല്ലാവരും ചായ കുടിക്കാം. അങ്ങനെ ഞങ്ങളെല്ലാവരും കാറിൽ കയറി. ഇവരെല്ലാവരും ചായ കുടിച്ച സ്ഥിതിക്ക് എനിക്കും ചായ കുടിക്കണ്ട ഗൈസ്. അതുകൊണ്ട് ഞാനാണെങ്കിൽ റിപ്പിളിൻ്റെ ഐസ്ഡ് ഗ്രീൻ ടീ കുടിക്കാന്ന് പറഞ്ഞ ലിച്ചി ഫ്ലേവേർഡ്, അത് ഞാൻ അന്ന് അവിടെ വെച്ച് കുടിച്ചതാണ്. അതും പറഞ്ഞ് ഞാനൊരു കോൾഡ് വാട്ടർ വാങ്ങിച്ച്, മിനറൽ വാട്ടർ അവിടെ നിന്ന്. അപ്പോൾ ഞാൻ ഇനി ഡൈലൂട്ട് ചെയ്യാൻ പോവാണ്. വാട്ടർ പ്ലസ് അവർ മിക്സ്. ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ് പോകുന്നുണ്ട്, കാരണം കാറിലായതുകൊണ്ട് തന്നെ വെളിച്ചത്തിൻ്റെ പ്രശ്നമുണ്ട്. അത് മാത്രമല്ല ഇത് ഏതാണ്ട് ഒരു 6:30 ഒക്കെ കഴിഞ്ഞു, 6:45 ആവുന്നു. അതുകൊണ്ട് തന്നെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മളാണെങ്കിൽ അങ്ങനെ ഒരു പമ്പിൻ്റെ അവിടെ നിർത്തി. എന്നിട്ട് ഇത് ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കുടിക്കട്ടെ. ഞാൻ കുടിച്ചപ്പോൾ ഇവിടെ ഒരാൾ വന്നിട്ട് നാക്കുന്നുണ്ട്, വാ വച്ചി. അതൊക്കെ ആപ്പി ഫിസാണ് വേണ്ടത്. അവൾക്ക് ആപ്പി ഫിസാണ് വേണ്ടുന്നത്. അവൾ ഈ കുപ്പി കണ്ട് തെറ്റിദ്ധരിച്ചതാണ്. പിന്നെ ഈ കളറും. ഉമ്മയെടുത്ത് ചോദിക്കാം അബ്ദു കലക്കി എങ്ങനെ ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഉമ്മി? കൊള്ളൂല, സാധനം കുറഞ്ഞു പോയി. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. എൻ്റെ ഒരു നിർബന്ധപ്രകാരം മാത്രമാണ് ഇവരിത് വാങ്ങിച്ചത്. ഞാൻ പറഞ്ഞു എനിക്കിത് വേണം, ഈ ഗ്രീൻ ടീ ലിച്ചി വേണമെന്ന് പറഞ്ഞാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പം ഇവര് അത്തച്ചിയാണെങ്കിൽ പറഞ്ഞു വേണ്ട വേണ്ട വേറൊരെണ്ണം പൊടി വാങ്ങിച്ചിട്ടുണ്ടല്ലോ എന്ന്. പക്ഷെ ആ പൊടിക്ക് കുറച്ച് ഷുഗർ ഫ്രീ ആണെന്ന് തോന്നുന്നു. അത് നമ്മൾ കലക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. ഇനി ഞങ്ങൾ ഇവിടുന്ന് പോകാൻ പോവാ ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇപ്പം കൊട്ടാരക്കര എത്തി, വീടെത്താറാവുന്നു. ഇപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി. ഇവിടെ ഇനി കഴിക്കാൻ പോവാ. നല്ല ഉറക്കമായിരുന്നു, ഉറങ്ങി ചത്ത്. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. വാവച്ചി ഞങ്ങളങ്ങനെ ഞങ്ങളുടെ വീട്ടിലെത്തി. ഇവർക്ക് ഇനി അങ്ങോട്ട് പോകണം തിരിച്ച്. ഇവരുടെ വണ്ടിയിലാണ് നമ്മളെല്ലാവരും കൂടെ പോയത്. സോ ഇവിടെ ഞങ്ങൾ എൻഡ് ചെയ്യാണ് ഗൈസ് വ്ളോഗ്. വാവച്ചി ബായ് പറ, ബായ് പറ. വാവച്ചി ഉറക്കത്തിലിരിക്കുക. ബൈ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം ട്രിപ്പ് വ്ളോഗ് ഇവിടെ തീർന്നു. ബൈ.